مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും മരിക്കുന്നത് വരെ ആ തഖ്വ നിലനിർത്തുകയും അതേ അവസ്ഥയിൽ തന്നെ മരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഓഫറുകൾ നൽകിയ പവിത്രമായ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി. റമദാനിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയവർ ഭാഗ്യവാന്മാർ. അടുത്ത വർഷം നമ്മൾ ആർക്കൊക്കെ റമദാനിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നത് അള്ളാഹു ഒരുവന് മാത്രമേ അറിയുകയുള്ളൂ, നമുക്കാർക്കും അറിയില്ല. അള്ളാഹു നമുക്ക് ഇനിയും ഇനിയും പരിശുദ്ധ റമദാനിനെ കൂടാനും കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റമദാനും പെരുന്നാളും കഴിഞ്ഞു. ഇനി നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം എന്നത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം അല്ലാഹു തആല അതിനുള്ള ഇഖ്തിയാറും സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയിട്ടുണ്ട്. റമദാനിൽ ജീവിച്ചതുപോലെ മറ്റു മാസങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയ തൗഫീഖ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും വേണം, ഇത്തിബാഉ സുന്നയും വേണം. നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉടമസ്ഥനായ അള്ളാഹുവിനോട് ആ കർമ്മം സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ചെയ്ത ദുആ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം. നീയെല്ലാം കാണുന്നവനും നീയെല്ലാം അറിയുന്നവനും നീയെല്ലാം കേൾക്കുന്നവനുമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ആ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുആയും ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. കാരണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതല്ല പ്രധാനം, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് ഏറ്റവും നല്ല കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നത്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും ആയാൽ പറ്റൂല. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഖുർആൻ ഓതി തീർക്കുക, അത് പറ്റൂല.
അല്ലെങ്കിൽ ദീനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ദീൻ, അത് പറ്റൂല. നമ്മൾ ചെയ്യുന്നത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനനുസരിച്ച് കൊണ്ട് തന്നെ ആവണം. അത് ഏറ്റവും നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപ സദക്ക ചെയ്യാം, അത് പറ്റൂല. വലിയ പണക്കാരനായിരിക്കും, പക്ഷെ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 രൂപയും 100 രൂപയൊക്കെ കൊടുക്കുക. ചിലപ്പോൾ 1 ലക്ഷമൊക്കെ സദക്ക ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികം അയാളെ കയ്യിലുണ്ടാവും. പക്ഷെ അയാൾ എന്ത് ചെയ്യുക? 100 രൂപയോ 500 രൂപയൊക്കെ ബോധിപ്പിക്കാൻ. അങ്ങനത്തെ ബോധ്യപ്പെടുത്തലുകൾ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അങ്ങനെ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നമ്മളുടെ ആവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പൊ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഏറ്റവും നല്ല മനസ്സാന്നിധ്യത്തോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല ഖുശൂഓടെ അതിന്റെ ദിക്റുകളും തസ്ബീഹാത്തുകളും ഏറ്റവും നല്ല ഭംഗിയിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുക. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മളൊരാൾക്ക് സദഖ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സംതൃപ്തിയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ സദഖ ചെയ്യുക, അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഓരോ കർമ്മങ്ങളും, എങ്കിലേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ, അതിന് കൃത്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുമുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നല്ലത് മാത്രം കഴിക്കാൻ, നല്ലത് കുടിക്കാൻ. ചിലത് അള്ളാഹു താല ഒഴിവാക്കി. ഇനിയിപ്പോ അള്ളാഹു താല അനുവദിച്ച് തന്ന ഒരു പാനീയം തന്നെ ആയിക്കോട്ടെ, അള്ളാഹു അനുവദിച്ച് തന്ന ഒരു ഭക്ഷണം, വിശ്വസ്തനായ ഒരു ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ശാരീരിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന വെള്ളം നിങ്ങൾ കുടിക്കാൻ പാടില്ല, ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ് എന്ന് വന്നാൽ ഒരിക്കലും നമ്മളത് കഴിക്കാൻ പാടില്ല. പഞ്ചസാര ഇട്ട ചായ നിങ്ങൾ കൃത്യമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ കൂടും, അത് കൂടിക്കഴിഞ്ഞാൽ തലകറക്കം വരും, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ് എന്ന് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നമ്മളത് കഴിക്കാൻ പാടില്ല. കഴിച്ച് ഷുഗർ കൂടി തലകറക്കം വന്നു, ആരോഗ്യം പോയി, നമ്മൾ അതിന് കുറ്റക്കാരനായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതായത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് തന്നെ ചെയ്യണം, ഏറ്റവും പരിശുദ്ധമായിട്ട് ചെയ്യണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം, പാടെ നമ്മൾ മാറി നിൽക്കണം. നമ്മൾ നന്മ ചെയ്യുന്നു, അതിന്റെ കൂടെ ഹറാമും ചെയ്യുന്നു, അത് ഹറാമും ഹലാലും കൂടി കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, മലയോളം, ഉഹുദ് മലയോളം കർമ്മങ്ങളുമായിട്ട് നാളെ ആഖിറത്തിൽ ഒരാൾ വരും. പക്ഷെ അയാളുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അയാളുടെ കർമ്മങ്ങൾ മുഴുവനും ധൂളികളെ പോലെ അല്ലാഹു തആല പറത്തി കളയും. അയാളുടെ കർമ്മങ്ങളൊന്നും അയാൾക്ക് നാളെ പരലോകത്ത് ഗുണം ചെയ്യില്ല. എന്താ കാരണം? അയാൾ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നല്ലോണം ഹറാമും ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പിന്നെന്താ കുഴപ്പം, അതൊക്കെ ചിലപ്പോൾ വന്നുപോയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. ഹറാം വ്യക്തമായത് അതിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. ഹറാമും ഹലാലും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കിട്ടുന്ന ദോഷം എന്താണ്? നമുക്ക് കിട്ടുന്ന ദോഷം എന്താണ്? ഹറാമുകൾ കൂടിക്കലർത്തിക്കൊണ്ടുള്ള ജീവിതം. ഹറാമായ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല, ഹറാമായ പാനീയം നമ്മുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഹറാമായതുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് അല്ലാഹു ഒരിക്കലും ഇജാബത്ത് നൽകുകയില്ല, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു തആല തയ്യിബാൻ, തയ്യിബായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു പരിശുദ്ധനായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല, സാധാരണ നമ്മൾ പറയുന്നത് പോലെ 9.6 ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അത്രയും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വ്യക്തത വേണം. ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന ബോധം വേണം. ആ ചെയ്യുന്നത് ഏറ്റവും നല്ല ഭംഗിയിലും സുന്ദരവുമായിരിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. കാരണം അള്ളാഹു ത്വയ്യിബാൻ. തട്ടിക്കൂട്ടൽ പരിപാടി അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഒപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അള്ളാഹ്ക്ക് വേണ്ട. കാരണം അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബായത് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ഒരു കാര്യം കൽപ്പിക്കുകയാണ്. ആ കാര്യം തന്നെയാണ് മുർസലീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആ കാര്യം? ഫഖാല തആല യാ അയ്യുഹർ റുസുലു കുലൂ മിൻ തയ്യിബാതി വഅമലൂ സാലിഹാ.
അല്ലാഹു തആല മുസ്ലിങ്ങളെ വിളിച്ചിട്ട് പ്രത്യേകം അമ്പിയാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഹേ മുസ്ലിങ്ങളെ, കുലൂ മിൻ തയ്യിബാത്ത്, കുലൂ മിനത് തയ്യിബാത്ത്, നിങ്ങൾ നന്മയിൽ പരിശുദ്ധമായതിൽ നിന്നും മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. ഭക്ഷണം പരിശുദ്ധമായതുമുണ്ട്, മോശമായതുമുണ്ട്. നല്ല ഭക്ഷണം, ക്വാളിറ്റിയുള്ള ഭക്ഷണവുമുണ്ട്, കേടായ ഭക്ഷണവുമുണ്ട്. കേടായതും പുളിക്കുന്നതും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെക്കാം, വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കാം, വീണ്ടും എടുത്ത് വെക്കാം, ആരോഗ്യത്തിന് പ്രശ്നമാണ്. അങ്ങനെ ഒപ്പിക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കല്ല. കുറച്ചാണെങ്കിലും അത് ഏറ്റവും നല്ലത് മാത്രം കഴിക്കുക. അല്ലാഹു തആല ഭൂമിയിൽ നമുക്ക് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലതിനെ അല്ലാഹു ഹറാമാക്കി, ചിലതിനെ അനുവദനീയമാക്കി, ചിലത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചു എന്നുള്ള രീതിയിൽ ജായിസുമാക്കി. അപ്പൊ നമുക്ക് പറ്റിയത് ഏറ്റവും തയ്യിബായത് നിങ്ങൾ കഴിച്ചുകൊള്ളുക എന്ന് മുസ്ലിങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഅമലൂ സാലിഹാ, നിങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങളും ചെയ്യുകയും. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ തലക്ക് യോജിക്കുന്ന നല്ലതല്ല, നമ്മളെ ബുദ്ധിക്ക് തോന്നുന്ന നല്ലതല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയും മുസ്ലിങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ആയത്ത് ഓതുകയാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. മുസ്ലിങ്ങളോടാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ നല്ലത് തിന്നുക, നല്ലത് ചെയ്യുക. എന്നിട്ട് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുക. നിങ്ങൾക്ക് നൽകിയതല്ല നിങ്ങൾ തിന്നോന്നല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുക. അപ്പൊ തയ്യിബ് എന്ന വാക്ക് അത് നമ്മൾ അടിവരയിട്ടിട്ട് കേൾക്കണം. പരിശുദ്ധമായത് ചെയ്യുന്ന കർമ്മങ്ങൾ, പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ധരിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കുടിക്കുന്നത് എല്ലാം ഹലാലായത് മാത്രമായിരിക്കണം. ഹറാം അതിൽ കയറാനേ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വീട് വെക്കുമ്പോൾ ഹറാമായ 10 രൂപ പോലും ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഹറാമായ മുതൽ അതിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹറാമായത് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹലാൽ എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഹറാം എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹലാലായത് കഴിക്കാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഹറാമായത് നമ്മൾ പാടെ മാറ്റി വെച്ചേ പറ്റൂ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തത് പറയുക. കാരണം അമ്പിയാക്കളോടും മുഅ്മിനീങ്ങളോടും ഒരേ കാര്യമാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. നല്ലത്, ഏറ്റവും നല്ലത്, തയ്യിബായത്, പരിശുദ്ധമായത്, ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ, സുമ്മ ദക്കറ റജുല യുതീലു സഫർ, ഒരു മനുഷ്യൻ ദീർഘദൂര യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പറയാൻ. കാരണം ഇങ്ങനെ പറയുന്ന ഒരു കാരണമുണ്ട്. ഒരാളുടെ ദുആ സ്വീകരിക്കാൻ, ഒരാളുടെ ദുആ, 3 ആളുകളുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല, നിർബന്ധമായിട്ടും അല്ലാഹു സ്വീകരിച്ചിരിക്കും. അതിലൊരാള് ഹലാലായ യാത്ര ചെയ്യുന്ന ആളാണ്. ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആള്, ആ യാത്രയിൽ അയാളുടെ ദുആ ചെയ്താൽ അയാളുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയില്ല. അപ്പൊ നമ്മുടെ ജോലിക്ക് വേണ്ടി, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ കാറിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ ഇരിക്കുമ്പോ വെറുതെ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഏ അല്ലാഹ്, എന്നെ ഇന്ന കാര്യം നീ ശരിയാക്കി തരണേ, ഏ അല്ലാഹ് എന്റെ കുടുംബത്തെ നീ ഇങ്ങനെ ആക്കണേ. അതൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ദുആ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിലേക്ക് തന്നെ വരണമെന്നാ, അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായിട്ട് മുസ്ലിം വിരിച്ചിട്ട് തന്നെ ഇരിക്കണമെന്നാ. അങ്ങനെയൊന്നുമില്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ അർഹംനി, അള്ളാഹിനോട് ചോദിച്ചോണ്ടേയിരിക്കും. വെറുതെ നമ്മൾ നടന്നു പോകാൻ, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അല്ലാഹുമ്മ അർഹംനി, ഏ അല്ലാഹ് എന്നോട് നീ കരുണ കാണിക്കും, അല്ലാഹുമ്മ ഗഫിർലി, ഏ അല്ലാഹ് അല്ലാഹു എനിക്ക് നീ പുറത്തുതാ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതേപോലെ യാത്രയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കണം. അല്ലാഹു തആല തട്ടിക്കളയുകയില്ല യാത്രക്കാരന്റെ ദുആ, അല്ലാഹു തആല തട്ടിക്കളയുകയില്ല മർദ്ദിക്കപ്പെട്ടവന്റെ ദുആ, അല്ലാഹു തആല തട്ടിക്കളയില്ല മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ. ഈ 3 ദുആയും അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അതുകൊണ്ടാണ് ഉപ്പാനോട് പറയുന്നത്, മക്കൾക്കെതിരെ പറയുമ്പോ സൂക്ഷിച്ചു വേണം. അല്ലാഹു എങ്ങാനും സ്വീകരിച്ചാൽ ആ മക്കൾ പിന്നെ നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റൂല. അവർ ചില ഉമ്മമാരുണ്ട്, മക്കളെന്തെങ്കിലും ചെയ്താൽ നീ ജീവിതത്തിൽ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശാപമാക്കും. ചിലപ്പോൾ ഉമ്മ വെറുതെ പറയുന്നതായിരിക്കും, അള്ളാഹു അത് വെറുതെ ആക്കൂല. ചില ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കാണാം.
ജീവിതത്തിൽ തന്നെ എത്ര ജോലി ചെയ്തിട്ടും എത്ര നല്ല നിലയിൽ എത്തിയിട്ടും അയാൾക്ക് നേരെ ചൊവ്വയാവാൻ പറ്റുന്നില്ല. പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഇങ്ങനെ ജീവിക്കുന്നത് കാണാം. കാരണം ഉമ്മാന്റെ ശാപവാക്കുകളാണ്. അള്ളാഹു ഉമ്മ മക്കൾക്കെതിരെ ചെയ്താലും ശരി, ഉമ്മ മക്കൾക്ക് അനുകൂലമായിട്ട് ചെയ്താലും ശരി, അള്ളാഹു സ്വീകരിക്കും. അതേപോലെ തന്നെയാണ് ഉപ്പയും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. അതുകൊണ്ടാണ് എത്ര കുരുത്തം കെട്ട മക്കളായാലും ചിലപ്പോൾ അള്ളാഹു തആല നേരെ ചൊവ്വ ആക്കിക്കളയും. അവൻ ഏറ്റവും നല്ല മോനാക്കിയിട്ട് അള്ളാഹു തആല വളർത്തും. എന്താ കാരണം? ഉമ്മ അടുക്കളയിൽ ഇരുന്ന് ദുആ ചെയ്യുന്നുണ്ടാവും, ഉമ്മ നിസ്കാരപ്പള്ളിയിൽ ഇരുന്ന് ദുആ ചെയ്യുന്നുണ്ടാവും. എന്റെ മോനെ നീ നന്നാക്കണേ അല്ലാ, എന്റെ മോനെ നീ നന്നാക്കണേ അല്ലാ. ഉമ്മാന്റെ ആ ദുആ മതി. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാത്രക്കാരനെ കുറിച്ചിട്ട് പറയാം. കാരണം യാത്രക്കാരന്റെ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, അശ്റത അഖ്ബറ, അയാളുടെ ശരീരമൊക്കെ പൊടിപടലങ്ങൾ പുരണ്ടിട്ടുണ്ട്. യാത്രയുടെ ക്ഷീണം കാരണത്താൽ, യാത്രയുടെ ദൈർഘ്യം കാരണത്താൽ മുടിയൊക്കെ പാറി പറക്കുന്നുണ്ട്. യാത്ര അത്രക്കും യാത്ര അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. യമുദ്ദു യദൈഹി ഇല സമാ, അയാൾ അയാളുടെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. യാ റബ്ബ് യാ റബ്ബ്. എന്നിട്ട് അയാൾ ദുആ ചെയ്യണം, യാ അല്ലാഹ് എനിക്ക് ഇന്നത് താ, യാ അല്ലാഹ് എനിക്ക് ഇന്നത് താ. അയാൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വമതഅമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമായിരുന്നു. വമൽബസുഹു ഹറാം, അയാൾ ഇട്ട ഡ്രസ്സ് ഹറാമായിരുന്നു. വഗുദിയ ബിൽ ഹറാം, ഹറാമിലാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. ഹറാമോടുകൂടിയാണ് അയാൾ ജീവിക്കുന്നത്. തിന്നുന്നതും ഉടുക്കുന്നതും ജീവിതം തന്നെ ഹറാമിലാണ്. സമ്പാദ്യം മുഴുവനും ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലഹു. എന്നിട്ട് അല്ലാഹു റസൂൽ പറയും, പിന്നെ എങ്ങനെ അയാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുക? പിന്നെ എങ്ങനെ അയാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുക? ഹറാമായ ജീവിതം, ഹറാമായ പ്രവർത്തനങ്ങൾ, ഹറാമായ ഭക്ഷണം, ഹറാമായ വസ്ത്രം, ഇതൊന്നും നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. അതവിടെ തടയപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം ഉണ്ടാക്കിയെടുത്ത ചൈതന്യം, ആ ഈമാനികമായ പ്രകാശം, അത് കളഞ്ഞു കുളിക്കരുത് ഹറാമുകൾ ചെയ്തുകൊണ്ട്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിന്ന്, ഏറ്റവും ഹലാലായതും മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വാക്കുകളെ, നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവികളെ നാം പരിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فيا أيها الناس أوصيكم عباد الله ثانيا وإياي بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും പരിശുദ്ധമായ രീതിയിൽ ആക്കി തീർക്കട്ടെ. കാരണം നമ്മുടെ ജീവിതം പരിശുദ്ധമായാലേ അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം പരിശുദ്ധമായാലേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റമദാൻ മാസത്തിൽ നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർത്തിട്ടുണ്ട്, പരിശുദ്ധമാക്കിയിട്ടുണ്ട്. ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം നാം നേടിയെടുത്തിട്ടുണ്ട്. കൃത്യമായി നിസ്കരിക്കണമെന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഖുർആൻ ഒന്ന് ഓതി തീർക്കണമെന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബന്ധങ്ങളൊക്കെ നന്നാക്കി തീർക്കണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. അത് കബൂലായതിന്റെ അടയാളമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ഫർളുകൾ, അല്ലാഹു തആല നിർബന്ധമാക്കിയ ഫർളുകൾ ഒരു കാരണവശാലും ഒഴിവാക്കൂല എന്ന് തീരുമാനിക്കുക. കൃത്യമായിട്ടുള്ള നിസ്കാരം, അതേപോലെ തന്നെ കൃത്യമായി നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്റുകൾ, നിത്യമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇവകളൊക്കെ നമ്മൾ എന്തിനാണ്? നമ്മുടെ ഈമാനിനെ ലൈവാക്കി നിർത്താൻ വേണ്ടി. അതേപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, ഇങ്ങനെ സാമൂഹ്യപരമായിട്ട് നമ്മൾ കുടുംബപരമായിട്ടൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരു ചിട്ടയോടെ കൊണ്ടുപോകാൻ, എങ്ങനെയെങ്കിലും ഒഴുക്കിനനുസരിച്ച് എന്നതുപോലെ ആവരുത് നമ്മുടെ ജീവിതം. അതിനൊരു മാറ്റം ഉണ്ടാകണം. കൃത്യ പ്ലാൻ ആയിരിക്കണം, ചിട്ടയായിരിക്കണം.
നിങ്ങൾ എപ്പോഴാ ഉറങ്ങല് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല. എപ്പോ ഉറങ്ങുമെന്ന് അന്നേരം പോയിട്ട് ഉറങ്ങും, അങ്ങനെയല്ല. ഇത്ര സമയം ഞാൻ ഉറങ്ങും, ഇത്ര സമയത്ത് ഞാൻ എഴുന്നേൽക്കും, ഇന്ന സമയത്താണ് ഞാൻ ഖുർആൻ ഓതുക, ഇന്ന സമയത്താണ് എന്റെ ഉമ്മാനെ കാണാൻ പോവുക, ഇത്ര സമയത്താണ് ഞാൻ എന്റെ ഉപ്പാനെ കാണാൻ പോവുക, ഇന്നൊക്കെ സമയത്താണ് ഞാൻ എന്റെ കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കല്. പ്ലാൻ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിയന്ത്രണവും കൃത്യമായ കൺട്രോളും അതേപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത്തദ്ബീറും നിസ്ഫുൽ മഈഷ. സാമ്പത്തികമായിട്ടും അങ്ങനെ തന്നെ. മാസം 15,000 കിട്ടുന്നത്, അത് ഒരു മാസത്തിൽ ഇന്ന രീതിയിലേക്കാണ് എനിക്ക് ചെലവാകുന്നത്, ഇന്ന് ഇത്ര ബാക്കി ഉണ്ടാകും. കൃത്യമായ പ്ലാനും ചിട്ടയും, അത് ഏറ്റവും നല്ല ജീവിതമായിരിക്കും. അങ്ങനെ നമ്മുടെ ദീനിയായ ജീവിതത്തിൽ ആ രീതിയിൽ കൃത്യമായി നമ്മൾ ചിട്ടയോടുകൂടി പാലിച്ചാൽ നമ്മുടെ ഈമാൻ ലൈവായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റു കർമ്മങ്ങൾ പരിപൂർണമായും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല പരിപൂർണമായും സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും എല്ലാം നാളെ ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. നമ്മെ സാമ്പത്തികമായും ശാരീരികമായും സ്നേഹിക്കുകയും ഓർക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു തആല അവരുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അവർക്ക് സാമ്പത്തികമായും അതേപോലെ തന്നെ ദീനീപരമായും നല്ല അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വാരിക്കോരി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹകരിക്കുന്നവർ, ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജോലിയിലും സമ്പത്തിലും അല്ലാഹു വർധനവും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരിച്ചുപോയ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ്. അല്ലാഹു തആല അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പപ്പമാർ, നമ്മുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരുടെ ഖബറിടത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സകല പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ഹാഫിദീങ്ങളും ആലിമീങ്ങളുമാക്കി ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കളുടെ കണ്ണിന് കുളിർമയാകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു തആല നമ്മെ നിസ്കരിക്കുന്നവരാക്കട്ടെ. നമ്മുടെ മക്കളെയും അല്ലാഹു കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളുടെ മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. إني أنا أقول قولي هذا والله أعلم، واستغفر الله لي ولكم ولجميع المؤمنين والمسلمين أجمعين فاستغفروه